ജീവിത വിജയം 3-ാം ഭാഗം. ഫാദർ ജോസ് പന്തപ്ലാംതൊട്ടിയിൽ. ഒക്ടോബർ 1. ജീവിതത്തിന്റെ തിളക്കം. വിലപിടിച്ച ഒട്ടേറെ മുത്തുകളുടെ ഉടമയായിരുന്നു ആർച്ച് ഡച്ചസ് റെയ്നർ. എന്നാൽ മുത്തുകൾ അണിഞ്ഞു നടക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. വളരെക്കാലം അവർ തന്റെ മുത്തുകൾ പൊതിഞ്ഞ് എവിടെയോ സൂക്ഷിച്ചു. പക്ഷേ അതിനിടയിൽ ആ മുത്തുകളുടെ കാന്തിയും സൗന്ദര്യവും എങ്ങനെയോ നഷ്ടപ്പെട്ടു. മുത്തുകളുടെ നിറം മങ്ങാനിടയായത് റെയ്നറുടെ ഹൃദയം തകർത്തു. എങ്ങനെയാണ് അവയുടെ നഷ്ടപ്പെട്ട തിളക്കവും തേജസ്സും വീണ്ടെടുക്കുക? അവർ വിദഗ്ധ ഉപദേശം തേടി. വിദഗ്ധരുടെ നിർദ്ദേശം ഏകകണ്ഠമായിരുന്നു. സമുദ്രത്തിനടിയിലെ സ്ഫടിക നിർമ്മലമായ ജലത്തിൽ മുത്തുകൾ കുറെ കാലം നിക്ഷേപിക്കുക. സാവധാനം മുത്തുകളുടെ കാന്തിയും സൗകുമാര്യവും തിരികെ ലഭിക്കും. മുത്തുകളുടെ പ്രഭയും പ്രൗഢിയും വീണ്ടെടുക്കുവാൻ വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ റെയ്നർ തീരുമാനിച്ചു. ചെലവേറിയ നടപടിയായിരുന്നു അത്. മുത്തുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ വേണ്ടി അഡ്രിയാറ്റിക് സമുദ്രത്തിനടിയിൽ ഒരു പ്രത്യേക കൂട് നിർമ്മിക്കുകയായിരുന്നു വിദഗ്ധർ ആദ്യം ചെയ്തത്. സമുദ്രതീരത്തെ മിരാമർ കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയല്ലാതെ 80 അടി ആഴത്തിലാണ് മുത്തുകൾ സൂക്ഷിച്ചത്. വർഷങ്ങൾക്കു ശേഷം സമുദ്രത്തിൽ നിന്ന് മുത്തുകൾ വീണ്ടെടുത്തപ്പോൾ അവയുടെ കാന്തിയും സൗകുമാര്യവും 10 മടങ്ങ് വർദ്ധിച്ചതുപോലെ റെയ്നർക്ക് തോന്നി. മുത്തുകൾ തിരികെ കിട്ടിയപ്പോൾ റെയ്നർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. അത്രയേറെ തേജസ്സായിരുന്നു ആ മുത്തുകൾക്കുണ്ടായിരുന്നത്. ജീവിതത്തിലെ തിക്കിനും തിരക്കിനുമിടയിൽ നമ്മുടെ ജീവിതത്തിന്റെ തിളക്കവും നമ്മുടെ ആന്തരിക ചൈതന്യവും ആത്മസമാധാനവുമൊക്കെ നഷ്ടപ്പെടുന്നതായി തോന്നാറില്ലേ? ജീവിതത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടാൽ സാവധാനം അശാന്തരായി അലയുകയാണ് നമ്മുടെ പതിവ്. എന്നാൽ ജീവിതത്തിന്റെ തിളക്കവും കാന്തിയും നഷ്ടപ്പെട്ടാൽ അവ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നത് നാം മറന്നുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ ആന്തരിക ചൈതന്യവും തേജസ്സുമൊക്കെ തിരികെ ലഭിക്കുവാൻ നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം നമ്മെ മുഴുവനും ദൈവിക സാന്നിധ്യത്തിൽ ആമഗ്നമാക്കുക എന്നുള്ളതാണ്. സമുദ്രത്തിനടിയിലെ സ്ഫടിക നിർമ്മലമായ ജലത്തിൽ മുത്തുകളെ നിമഞ്ജിച്ചപ്പോൾ അവയ്ക്ക് അവയുടെ തനതായ കാന്തിയും തേജസ്സും തിരികെ ലഭിച്ചു. അതുപോലെ തന്നെ നാം നമ്മെ ദൈവിക സാന്നിധ്യത്തിൽ ആമഗ്നരാക്കിയാൽ നമുക്ക് നഷ്ടമായ ആന്തരിക ധാവള്യവും ആത്മീയ ചൈതന്യവും തിരികെ ലഭിക്കുമെന്നതിൽ സംശയം വേണ്ട. നമ്മുടെ ആന്തരിക ധാവള്യത്തിന്റെ പ്രഭവസ്ഥാനം ദൈവമാണ്. അവിടുന്ന് നിന്നാണ് സകല നന്മകളും നാം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും നന്മകൾ നമുക്ക് നഷ്ടമായാൽ അവയുടെ പ്രഭവ സ്ഥാനത്തേക്ക് മടങ്ങിയാൽ മാത്രം മതി, അവ തിരികെ ലഭിക്കും. റെയ്നറുടെ മുത്തുകളുടെ മൂല തേജസ് വീണ്ടെടുക്കുവാൻ ഒട്ടേറെ കാലം അവയെ സമുദ്രത്തിനടിയിൽ നിക്ഷേപിക്കേണ്ടി വന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ മൂല തേജസ്സും ആന്തരിക ധാവള്യവും തിരികെ ലഭിക്കുവാൻ ദൈവിക സാന്നിധ്യത്തിൽ നമ്മെ തന്നെ അല്പസമയം നാം ആമഗ്നരാക്കുകയേ വേണ്ടൂ. ദൈവിക സാന്നിധ്യത്താൽ നാം നമ്മെ തന്നെ ആമഗ്നരാക്കുന്ന ആദ്യ നിമിഷം തന്നെ അവിടുത്തെ ചൈതന്യം നമ്മിലേക്ക് പ്രവഹിച്ചു തുടങ്ങും. ഒളിമങ്ങിയ നമ്മുടെ ജീവിതത്തെ പ്രഭാപൂർണമാക്കുവാൻ എങ്ങനെയാണ് നമ്മെ തന്നെ ദൈവിക സാന്നിധ്യത്തിൽ നാം ആമഗ്നരാക്കുക? ദൈവിക സാന്നിധ്യത്തിൽ എപ്പോഴും വലയം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. നമ്മെ മുഴുവനും ആവരണം ചെയ്തിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നാം യഥാർത്ഥത്തിൽ ബോധവാന്മാരാകുന്ന നിമിഷം അവിടുത്തെ പവിത്ര സാന്നിധ്യത്തിൽ നാം ആമഗ്നരായി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവിക സാന്നിധ്യത്തിലാണ് നാം എന്ന ചിന്ത എത്ര നേരം നമ്മിൽ നീണ്ടു നിൽക്കുന്നുവോ ആ സമയം മുഴുവനും അവിടുത്തെ ആന്തരിക ചൈതന്യത്തിൽ നാം പങ്കുപറ്റുകയും അവിടുന്ന് നിന്ന് ശക്തിയും ചൈതന്യവും വീണ്ടെടുക്കുകയുമാണ് ചെയ്യുന്നത്. ജീവിതയാത്രക്കിടയിൽ തളർച്ച അനുഭവപ്പെടുന്നവരാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിലെ ഊർജവും ശക്തിയും നഷ്ടപ്പെട്ടു പോയതായി നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് തെല്ലിടം നിൽക്കാം. ദൈവിക സാന്നിധ്യത്തിൽ നമ്മെ തന്നെ ആമഗ്നരാക്കാം. അപ്പോൾ അവിടുത്തെ ശക്തിയും ചൈതന്യവും നമ്മിലേക്ക് പ്രവഹിക്കും. അതുവഴി നമ്മുടെ ജീവിതത്തിന്റെ കാന്തിയും തേജസ്സും തിരികെ ലഭിക്കുകയും ചെയ്യും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 6:30-ക്കായിരിക്കും
ഈ വായന അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വായനാ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.